മുരളി നല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോവൽ ചാക്കോയും മേരിയും. ആലുവ പുഴയുടെ തീരത്ത് പണി കഴിപ്പിച്ച ഇരുനില വീടിൻ്റെ മുകൾ നിലയിലെ ബാൽക്കണിയിൽ പുഴയിലേക്ക് മിഴിയർപ്പിച്ച് ശൂന്യമായ മനസ്സുമായി രാജലക്ഷ്മി ഈസി ചെയറിൽ കിടന്നു. പുഴയിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് ദേഹത്ത് വന്ന് പുണരുന്നതൊന്നും രാജലക്ഷ്മി അറിഞ്ഞില്ല. താഴെ ഒച്ചയും ബഹളവും പൊട്ടിച്ചിരിയും കേൾക്കാം. പേരക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ തിമിർപ്പിലാണ് എല്ലാവരും. ആനന്ദിനും മധുരിമയ്ക്കും ഒരു മകളാണ്, അമേയ എന്ന അമ്മു. അവൾക്ക് 2 വയസ്സ് തികയുന്ന ദിവസമാണിന്ന്. മകളുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ആനന്ദ് അറിയുന്നില്ല അവൻ്റെ ഏട്ടൻ ശവക്കല്ലറയിൽ ഉറങ്ങാൻ തുടങ്ങിയിട്ട് ഇന്ന് 9 നാൾ കഴിഞ്ഞെന്ന്. ശപിക്കപ്പെട്ട അമ്മയായി പോയി രാജലക്ഷ്മി. ഒരു ഭാഗത്ത് ദൈവം സർവ്വ സൗഭാഗ്യങ്ങളും തന്നു, മറുഭാഗത്ത് കൈവിട്ട് കളഞ്ഞ അന്ധനായ ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള നീറുന്ന ഓർമ്മകളും. അതായിരുന്നു ഇതുവരെയുള്ള ജീവിതം. ആനന്ദിനേക്കാൾ സുന്ദരനായിരുന്നു ചാക്കോ, ഗൗതമിൻ്റെ തനിപ്പകർപ്പ്. അവനെ ആദ്യമായി കണ്ട നിമിഷം പുളകത്തോടെ മാത്രമേ ഓർക്കാൻ കഴിയൂ. ചാക്കോയെ അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ എത്തിക്കുന്നതോടെ തൻ്റെ ജീവിതം സ്വസ്ഥമായെന്ന് കരുതിയാണ് തിരിച്ചു പോയത്. മോനെ തിരിച്ചു തരാൻ കുര്യച്ചൻ ആവശ്യപ്പെട്ടത് തൻ്റെ ശരീരം. കുര്യച്ചൻ മാറിക്കഴിഞ്ഞിരുന്നു. അയാൾ അതിന് ശാഠ്യം പിടിച്ചെങ്കിൽ അവനെവിടെയുണ്ടെന്ന് ഗൗതത്തോട് പറയാനിരുന്നതാണ്. ചിട്ടതുപോലെ കുര്യച്ചൻ വീണു. ഏതോ ഒരു ഹോം നേഴ്സിനോടുള്ള പ്രണയം കൊണ്ടാണത്രേ ചാക്കോ വീട് വിട്ടുപോയത്. മുൻപും അതുപോലെ ചെയ്തിട്ടുണ്ട്. ചാക്കോയുടെ ജീവിതം അവിടെ സുഖകരമായിരുന്നില്ലെന്ന് വ്യക്തം. പാവം കുട്ടി. രാജി. ചന്ദ്രസേനൻ്റെ വിളി താഴെ കേട്ടു. ഏട്ടനും ഭാര്യ മാലിനിയും തിരക്കിനിടയിലും അമ്മുവിൻ്റെ ബർത്ത്ഡേയിൽ പങ്കുകൊള്ളാൻ വന്നതാണ്. രാജലക്ഷ്മി കണ്ണുകൾ തുടച്ചിട്ട് സ്പെക്സ് എടുത്ത് മുഖത്ത് വെച്ചു. ടീപ്പോയിൽ കിടന്ന മാഗസിൻ എടുത്ത് അലസമായി പേജുകൾ മറിച്ചു. ചന്ദ്രസേനൻ ബാൽക്കണിയിലേക്ക് വന്നു. ഇവിടെ വന്നിരിക്കുകയാണോ? ചന്ദ്രസേനൻ്റെ പിന്നാലെ മാലതിയും ആനന്ദും അമ്മു മോളെ കയ്യിലെടുത്തു. മധുരിമയും ഉണ്ടായിരുന്നു. ഏട്ടനിരിക്കെ, രാജലക്ഷ്മി ക്ഷണിച്ചു. മമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല അങ്കിൾ, പെട്ടെന്നൊരു ഡിപ്രഷൻ, ആനന്ദ് പറഞ്ഞു. വന്നപ്പോൾ തന്നെ ഞാനും ശ്രദ്ധിച്ചു. എന്നതാ രാജി? ചന്ദ്രസേനൻ ഗൗരവത്തിലായി. രാജലക്ഷ്മി ചിരിക്കാൻ ശ്രമിച്ചു. എനിക്കൊന്നുമില്ല ഏട്ടാ, കുറച്ച് ദിവസമായി ഇവനും മധുവും ഇത് ചോദിച്ച് എൻ്റെ പിന്നാലെയാ. ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? കുറച്ച് ദിവസം ഇവർക്കൊപ്പം കഴിയാമെന്ന് വെച്ച് വന്നതാ ഞാൻ. അതൊന്നുമല്ല, ആൻറ്റിക്ക് എന്തോ പ്രോബ്ലമുണ്ട്, മനസ്സിനെ ഹർട്ട് ചെയ്ത ഒന്ന്. ഞങ്ങളോട് ഷെയർ ചെയ്യാത്തതാ. ഇടയ്ക്കിടെ കണ്ണ് നിറയുന്നത് കാണാറുണ്ട്. മധുരിമ പിടിമുറുക്കി. അവളുടെ കയ്യിൽ നിന്ന് അമ്മുമോൾ ഊർന്നിറങ്ങി രാജലക്ഷ്മിയുടെ മടിയിൽ വലിഞ്ഞു കയറി. രാജലക്ഷ്മി കുഞ്ഞിൻ്റെ നെറുകയിൽ മുകർന്നു. എന്തേലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറ. ചന്ദ്രസേനൻ രാജലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു. ഏട്ടാ, എനിക്കൊരു പ്രോബ്ലവുമില്ല. സത്യം പറഞ്ഞാൽ തിരിച്ചു പോകാനൊരു മടി തോന്നുക. 1 വർഷം നാട്ടിൽ കഴിയാനാ ആനന്ദിൻ്റെയും മധുവിൻ്റെയും തീരുമാനം. എനിക്കവിടെ മടുത്തു. ചന്ദ്രസേനൻ തലയാട്ടി. നിന്നോടിത് പറയണമെന്ന് ഞാനും കരുതിയതാ. വർഷം 10-27 ആയില്ലേ? ഇനി നാട്ടിൽ സെറ്റിൽഡ് ആവുന്നതാ നല്ലത്. മമ്മി ഇതുവരെ ആഗ്രഹിക്കാത്ത കാര്യമായിരുന്നു അത്. മമ്മിക്ക് അങ്ങനെ ഒരു മടുപ്പ് തോന്നിയെങ്കിൽ അങ്ങനെയാവാം. പക്ഷേ ഞങ്ങൾ തിരിച്ചു പോകും അങ്കിൾ. മധുവിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവിടെ കാണും, ആനന്ദ് പറഞ്ഞു. നിങ്ങൾ അവിടുത്തെ ജീവിതം വേണ്ടെന്ന് വെക്കേണ്ട കുട്ടികളെ. ഞാനൊന്ന് പോയി വരാം. ഇനിയുള്ള കാലം നാട്ടിൽ മതിയെന്ന എൻ്റെ ആഗ്രഹം. ചന്ദ്രസേനൻ്റെ സെൽ റിങ് ചെയ്തു. അയാൾ ഫോൺ എടുത്ത് സംസാരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ശരി, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു, ഒറ്റ വാചകത്തിൽ പറഞ്ഞിട്ട് അയാൾ കോൾ കട്ട് ചെയ്തു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, അസംബ്ലി തുടങ്ങാൻ പോവുക. തിരക്കിട്ട പരിപാടികളാ. ഞാൻ 7-8 ദിവസം തിരുവനന്തപുരത്തായിരിക്കും. രാജി ഇടുക്കിക്ക് എന്നാ വരുന്നത്? മാലതി ചോദിച്ചു. സൺഡേ ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട് ആൻറ്റി. ഈ ഇടുക്കി ട്രിപ്പിന് ഇലവിഴ പൂഞ്ചിറ ഒന്ന് പോണം. കേട്ടിട്ട് മധു ത്രില്ലടിച്ചിരിക്കുക, ആനന്ദ് പറഞ്ഞു. മധുരിമ പുഞ്ചിരിച്ചു. അപ്പോൾ സൺഡേ, മാലതി ഉറപ്പിച്ചു. കുഞ്ഞിനെ ഒന്ന് ഓമനിച്ചിട്ട് ചന്ദ്രസേനനും മാലതിയും ഒന്നുകൂടി യാത്ര പറഞ്ഞു പോയി. അവരെ യാത്രയാക്കാൻ മോളുമായി മധുരിമ പിന്നാലെ പോയി. ആനന്ദ് രാജലക്ഷ്മിയുടെ അടുത്ത് വന്ന് ചേർന്നിരുന്നു. എന്താ എൻ്റെ അമ്മയ്ക്ക് പറ്റിയത്? ഈ മനസ്സ് എനിക്ക് നന്നായിട്ടറിയാം. എന്തോ വലിയ നൊമ്പരം മമ്മിയുടെ മനസ്സിലുണ്ട്. ആനന്ദ് രാജലക്ഷ്മിയുടെ മുഖം പിടിച്ചു തിരിച്ചു. ഏട്ടൻ്റെ മരണവിവരമാണ് അനുജൻ അന്വേഷിക്കുന്നത്. എന്തൊരു മാതാവാണ് താൻ. രാജലക്ഷ്മിയുടെ കണ്ണുകൾ തുളുമ്പി വന്നു. മമ്മ പറ,
എന്തിനും പരിഹാരമുണ്ട്. അവൻ്റെ മുന്നിൽ നിന്ന് ഇനി രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് രാജലക്ഷ്മിക്ക് മനസ്സിലായി. പക്ഷേ ആ സത്യം അവൻ്റെ മുന്നിൽ വെളിപ്പെട്ടാൽ പിന്നെ താനില്ല. മമ്മ. രാജലക്ഷ്മി കണ്ണട ഉയർത്തി സാരിത്തുമ്പാലെ മൃദുവായി മിഴിയോരം ഒപ്പിയെടുത്തു. ഇത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല മോനെ. മമ്മയെ ബാധിക്കുന്നതെന്തും എന്നെയും ബാധിക്കുന്നതാ. എന്നെ അല്ലാതെ മറ്റാരെയാണ് ബാധിക്കാനുള്ളത്? ഞാൻ പറയാം. രാജലക്ഷ്മി എഴുന്നേറ്റ് സിറ്റൗട്ടിൻ്റെ അരികിലേക്ക് ചെന്നു. ആനന്ദ് പിന്നാലെ ചെന്ന് നിന്നു. പുഴയിലേക്ക് നോക്കി കുറച്ചു നേരം രാജലക്ഷ്മി നിന്നു. മമ്മ ബാംഗ്ലൂരിലാ പഠിച്ചതെന്ന് നിനക്കറിയാമല്ലോ. ആ കാലത്ത് മമ്മയ്ക്ക് ഒരാളുമായി കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു. ഗൗതം എന്നായിരുന്നു ആ മനുഷ്യൻ്റെ പേര്. അവൻ ശ്രദ്ധയോടെ കേട്ടു. എൻ്റെ തറവാട്ടിൽ വന്ന ഗൗതം വിവാഹം ആലോചിക്കാനിരുന്നതാ. അതിനിടയിലാ ഏട്ടൻ നിന്റെ ഡാഡിയുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ചത്. ആ മനുഷ്യനെ വീണ്ടും ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയ വാർത്തയറിഞ്ഞ കാണാൻ ചെന്നത്. ഇപ്പോൾ വീൽ ചെയറില ആ മനുഷ്യൻ. അതെന്നെ വല്ലാതെ തളർത്തി മോനെ. ആനന്ദ് അലിവോടെ രാജലക്ഷ്മിയെ നോക്കി. അയാൾക്ക് ഭാര്യയില്ലേ? ഉണ്ട്. പക്ഷേ വല്ലാത്ത വിധിയായി പോയില്ലേ? എനിക്ക് നിന്നെപ്പോലെ ആ മനുഷ്യനും ആകെ ഒരു മകൻ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഫേറ്റ്. മമ്മ ഈ വേദനയും കൊണ്ട് നടക്കരുത്. അവനത് സാധാരണ വാർത്തയായിട്ടേ തോന്നിയുള്ളൂ. നിന്നേക്കാൾ 1.5 വയസ്സിൻ്റെ പ്രായക്കൂടുതലേ അവനുള്ളൂ. രാജലക്ഷ്മിയുടെ കണ്ണുകൾ വീണ്ടും തുളുമ്പി വന്നു. വിവാഹം കഴിഞ്ഞോ? ഇല്ല. കാരണം അവനൊരു ബ്ലൈൻഡാണ്. അമ്പരപ്പോടെ ആനന്ദ് നിന്നു. കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയെന്ന് അറിയാൻ കഴിഞ്ഞത്. മമ്മ ഇങ്ങനെ ഇമോഷണൽ ആവരുത്. എല്ലാം ദൈവനിശ്ചയം എന്ന് ആശ്വസിക്കാനേ നമുക്ക് കഴിയൂ. ഒരു ദിവസം അവിടെ ചെന്ന് അവരെ കണ്ട് ആശ്വസിപ്പിക്കാൻ ഞാൻ കൂടി വരാം. ഇനി അത് വേണ്ടി വരില്ല. അവർ ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോകുമെന്നാ കേൾക്കുന്നത്. ആനന്ദിൻ്റെ മുഖത്ത് ആശ്വാസം പരക്കുന്നത് രാജലക്ഷ്മി ശ്രദ്ധിച്ചു. നീ ചെല്ല്. മധുവിനോട് ഇതൊന്നും പറയണ്ട. രാജലക്ഷ്മിയുടെ ചുമലിൽ കൈവച്ചിട്ട് ആനന്ദ് അവിടെ നിന്ന് പോയി. അവൻ അത്രയെങ്കിലും അറിഞ്ഞിരിക്കണമെന്ന് രാജലക്ഷ്മിക്ക് തോന്നി. ഗായത്രി ഏറെ നേരം സ്തബ്ധയായി നിന്നുപോയി. മോഹനചന്ദ്രൻ വക്കീൽ ഡ്രസ് ചേഞ്ച് ചെയ്ത് തിരിഞ്ഞപ്പോഴും ഞെട്ടൽ വിടാതെ ഗായത്രി അതേ നിൽപ്പായിരുന്നു. ഇവിടുത്തെ പേപ്പറിൽ അകം പേജിൽ ചെറിയൊരു കോളം വാർത്തയുണ്ടായിരുന്നു. എൻ്റെ ശ്രദ്ധയിൽ അത് പെടാതെ പോയി. ഇന്ന് നടേശനാ എന്നോടിത് പറഞ്ഞത്. കേട്ടപ്പോൾ ഷോക്കായി. പാവം പയ്യൻ. എൻ്റെ ദൈവമേ, അന്ന് ഹോസ്പിറ്റൽ റൂമിൽ കയറി വന്ന അവൻ്റെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. ട്രെയിൻ തട്ടി മരിച്ചതാണോ മോഹനേട്ടാ? അയാൾ കസേരയിൽ ഇരുന്നിട്ട് ഒരു കാൽ കയറ്റി വെച്ചും മുട്ട് തഴുകി. സ്വാഭാവിക മരണമായിട്ടാ കാര്യങ്ങൾ അവസാനിച്ചത്. ഇപ്പോൾ തന്നെ 8-9 ദിവസമായി. പക്ഷേ അവൻ്റെ ചരിത്രം അറിയുന്ന നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? അവർ കോഴിക്കോട് കൊണ്ടുവന്നിട്ട് ആ പാവത്തെ തീർത്തു കളഞ്ഞതായിരിക്കുമോ? ഗായത്രി ഉറപ്പിച്ചു പറഞ്ഞു. അതിന് തന്നെയാ സാധ്യത കൂടുതൽ. ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ബോഡി ഛിന്നഭിന്നമായി പോയെന്ന അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത്. അവൻ്റെ ബാഗും വയലിനും വാക്കിംഗ് സ്റ്റിക്കും റെയിൽവേ ട്രാക്കിന് അടുത്ത് നിന്ന് കിട്ടിയത്രേ. അത് വെച്ചാ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തത്. ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ? പോസ്റ്റ്മോർട്ടം കൊണ്ട് കാര്യമൊന്നുമില്ല. അവർ ഭംഗിയായി അവൻ്റെ കഥ കഴിച്ചു. സ്വത്തുക്കൾ തിരിച്ചു പിടിക്കുകയും ചെയ്തു. നീലാംബരി ഇതുവരെ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് വേണം കരുതാൻ. അവളെ ഈ വിവരം അറിയിക്കണ്ടേ? അത് വേണോ ഗായത്രി? അവനെ നഷ്ടപ്പെട്ടതിൻ്റെ നൊമ്പരം മാത്രമേ ഇപ്പോൾ അവളുടെ മനസ്സിലുണ്ടാവൂ. അവൻ മരിച്ചു പോയെന്നറിഞ്ഞാൽ ആ പെണ്ണിനത് സഹിക്കാൻ പറ്റുമോ? അയാൾ ഭാര്യയെ നോക്കി. അവൾ അറിയണം. ഒരു തെരുവ് നായയെ തല്ലിക്കൊല്ലുന്നത് പോലെ ആ പാവം പയ്യനെ കൊന്നു കുഴിച്ചു മൂടിയില്ലേ അവർ? ശബ്ദിക്കാനൊരു മനസ്സ് അവൾക്കുണ്ടാവുമെങ്കിൽ എല്ലാം പുറത്തു വരും. ഗായത്രി രോഷം കൊണ്ടു. ആ പെണ്ണിനെ കൂടി കുരുതി കൊടുക്കാനേ അത് ഉപകരിക്കൂ. പിന്നെ അറിയിക്കുന്നതിൽ ഞാൻ എതിരൊന്നും പറയുന്നില്ല. അയാൾ എഴുന്നേറ്റ് പോയി. ഗായത്രി ചെന്ന് ടേബിളിൽ ഇരുന്ന സെല്ലെടുത്തു. നീലാംബരിയുടെ നമ്പർ കണ്ടെത്തി വിളിച്ചു. കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിനടുത്തായി 11 നിലകളുള്ള ഫ്ലാറ്റിൻ്റെ 9ാമത്തെ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു നീലാംബരി. പാലക്കാട്ടുകാരായ വിഷ്ണു നമ്പൂതിരിയും ഭാര്യ സ്മിതയും 4 വയസ്സുള്ള ആൺകുഞ്ഞും പിന്നെ വിഷ്ണു നമ്പൂതിരിയുടെ അമ്മ രോഗിണിയായ വസുമതി അന്തർജനവുമായിരുന്നു ആ ഫ്ലാറ്റിൽ. അമ്മയെ ശുശ്രൂഷിക്കാനാണ് നീലാംബരി അവിടെ എത്തിയത്. സിറ്റൗട്ടിൽ വന്ന് ഉണങ്ങാനിട്ട ഡ്രസ്സുകൾ അവൾ എടുത്തു. അവിടെ ശക്തമായ കാറ്റുണ്ടായിരുന്നു. ദൂരെ ഏതോ കായലിൻ്റെ കുറച്ചു ഭാഗം കാണാം. രാത്രി ഉറക്കം കിട്ടാതെ വരുമ്പോൾ അവൾ അവിടെ വന്നിരിക്കുമായിരുന്നു. ഡ്രസ്സുകൾ എടുത്ത് മുറിയിൽ വന്നപ്പോൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന വസുമതി അന്തർജനം പറഞ്ഞു, കുട്ടിയെ ആരോ വിളിച്ചിരിക്കണോ? ഡ്രസ്സുകൾ
കട്ടിലിൽ കൊണ്ടുവച്ച ശേഷം ബാഗിലിരുന്ന സെൽ അവൾ എടുത്തു. രജിതയല്ലാതെ ആരും അവളെ വിളിക്കാനില്ലായിരുന്നു. ഗായത്രിയുടെ മിസ്ഡ് കോൾ കണ്ടപ്പോൾ നീലാംബരിയുടെ മനസ്സ് തുടിച്ചു. ആരാ? കുട്ടിയുടെ വീട്ടിൽ നിന്നാണോ? തലയാട്ടിയിട്ട് ഫോണുമായി അവൾ സിറ്റൗട്ടിലേക്ക് പോയി. ഗായത്രിയുടെ നമ്പറിലേക്ക് അവൾ തിരിച്ചു വിളിച്ചു. ഓടിച്ചു വിടാൻ ശ്രമിച്ചവർ വീണ്ടും വിളിച്ചെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാവും. ഇനി തന്നെ അന്വേഷിച്ച് ചാക്കോച്ചൻ അവിടെ ചെന്നോ? ഹലോ? ഗായത്രിയുടെ സ്വരം മറുതലയ്ക്കൽ കേട്ടു. ആകാംക്ഷ കൊണ്ട് നീലാംബരി വീർപ്പ് മുട്ടി. മാഡം, ഞാനാ നീലാംബരി. നീ ഇപ്പോൾ എവിടെയാ? തിരുവനന്തപുരത്ത് ഒരു വീട്ടിലാ. മാഡം എന്താ വിളിച്ചത്? മറുപടി കേട്ടില്ല. ഹലോ മാഡം, നീ ആ കോട്ടയംകാരുടെ എന്തെങ്കിലും വിവരം അറിഞ്ഞോ? കുശലാന്വേഷണമാണെന്ന് അവൾക്ക് മനസ്സിലായി. ഞാൻ എന്തറിയാനാ മാഡം? ചാക്കോച്ചനെ അവർ മാഡത്തിൻ്റെയും സാറിൻ്റെയും മുന്നിൽ വെച്ചല്ലേ കൊണ്ടുപോയത്. ഇനി നീ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അവനെ രക്ഷിക്കാൻ ഈശ്വരന് പോലും കഴിഞ്ഞില്ല. അവൻ്റെ ആയുസ് അവർ തന്നെ കുറിച്ചതാ. കഷ്ടമായി പോയി. നീലാംബരിയുടെ ഉടൽ വെട്ടിവിറച്ചു. എന്താ മാഡം, നിങ്ങൾ എന്തെങ്കിലും വിവരം അറിഞ്ഞോ? കോഴിക്കോട് കൊണ്ടുവന്ന് അവർ അവൻ്റെ കഥ തീർത്തു. അത് നടന്നിട്ട് 9 ദിവസം കഴിഞ്ഞു. അയ്യോ, എന്താ മാഡം പറയുന്നേ? നീലാംബരി നിലവിളിച്ചു. നിന്നെ തേടി അവൻ കോഴിക്കോട് വന്നെന്നാ വരുത്തി തീർത്തിരിക്കുന്നത്. ട്രെയിൻ തട്ടി മരിച്ചതാണത്രേ. റെയിൽവേ ട്രാക്കിൽ തള്ളിയിട്ടതാവാനേ വഴിയുള്ളൂ. ചാക്കോച്ച! നീലാംബരി പൊട്ടിക്കരഞ്ഞു. അവളുടെ കയ്യിൽ നിന്ന് സെൽ താഴെ വീണ് ചിതറി. എൻ്റെ ചാക്കോച്ചൻ ഈ ലോകത്തില്ലേ? അവൾ നിലത്തെ വീണ് നെറ്റിയിടിച്ച് അലമുറയിട്ട് കരഞ്ഞു. എൻ്റെ ചാക്കോച്ചൻ ജീവനോടെ ഉണ്ടെന്ന് കേട്ടാൽ മാത്രം മതിയായിരുന്നു. അയ്യോ, ഞാൻ എങ്ങനെ സഹിക്കും? അവളുടെ കരച്ചിൽ കേൾക്കാൻ കായൽ കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചാക്കോച്ച! ഒരു മൂളിപ്പാട്ട് പാടി സേവ്യർ നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തല ചീകി. കണ്ണാടിയിൽ ജിനിയുടെ തൊടുത്ത മുഖം വന്നു. സേവ്യർ ജിനിയെ നെഞ്ചോട് ചേർത്ത് മുഖം കുനിച്ചതും അവൾ അവൻ്റെ തല പിടിച്ചു മാറ്റി. എന്നതായി കാണിക്കുന്നത്? ഒരതൃപ്തി അവളുടെ കണ്ണുകളിൽ കരടായി അപ്പോഴും കണ്ടു. ഇനിയും ഈ മുഖമൊന്ന് തെളിയാൻ ഞാൻ എന്നാ ചെയ്യണം? അവളുടെ മുന്നിൽ അവൻ വിനീതദാസനെ പോലെ നിന്നു. എൽസ പോകാൻ തയ്യാറായി നിൽപ്പുണ്ട്. സേവിച്ചൻ അങ്ങോട്ടൊന്ന് ചെല്ല്. ഇന്നലെ രാത്രി അവളോട് സംസാരിച്ചതല്ലേ ഞാൻ. അവളുടെ മനസ്സ് മാറിയെന്ന ഞാൻ കരുതിയത്. ഈ വീട്ടിൽ കഴിയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ ഹോസ്റ്റലിലേക്ക് മാറാൻ അവൾ ആഗ്രഹിക്കുന്നത്. അതിനെ സേവിച്ചൻ അവളെ തടയേണ്ട എന്നാ കാര്യമാണ് ഉള്ളത്? അതല്ല ജിനി, കേൾക്കുന്നവർ എന്നാ പറയും എന്നോർത്തിട്ടാ. ജിനിയും അവളും തമ്മിൽ ചേരില്ലെന്നല്ലേ പറയൂ. എത്രയും പെട്ടെന്ന് അവളുടെ കെട്ട് നടത്തി പറഞ്ഞയക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇക്കാര്യത്തിൽ ഞാനൊരു അഭിപ്രായവും പറയുന്നില്ല. ചാക്കോ ഇവിടെ നിന്നിറങ്ങിപ്പോയത് നിങ്ങളെ പേടിച്ചിട്ടാണെന്ന വിശ്വാസത്തില എൽസ. നിങ്ങൾ അനിയനും ചേട്ടനും അവനെ കൊലയ്ക്ക് കൊടുത്തെന്ന് അവൾ എൻ്റെ മുന്നിൽ വെച്ച മറിയച്ചേട്ടത്തിയോട് പറഞ്ഞത്. എൽസ പോകുന്നത് ഞാൻ കാരണമാണെന്ന് ആരും സ്ഥാപിക്കാൻ നോക്കണ്ട. സേവ്യർ മിണ്ടിയില്ല. ചാക്കോയെ കൊണ്ട് സ്വത്ത് തിരിച്ചെഴുതി തരാൻ അവൾക്ക് സാധിക്കുമായിരുന്നെന്നാ പറയുന്നത്. അവൾക്കതിന് കഴിഞ്ഞെങ്കിൽ അവനെ കൊന്നുകളയേണ്ട കാര്യമില്ലായിരുന്നു. ജിനിയും അങ്ങനെ പറയാൻ തുടങ്ങിയോ? അവനെ ഒരു വീട്ടുമൃഗമായി ഇവിടെ ഇട്ട് തീറ്റിപ്പോറ്റേണ്ട എന്നാ കാര്യമാണ് നമുക്കുള്ളത്? സേവ്യർസ് മുറിയിൽ നിന്നിറങ്ങിപ്പോയി. ജിനി നിലക്കണ്ണാടിയിലേക്ക് നോക്കി നിന്നു. കുറച്ച് തിടുക്കം തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന് അവൾക്ക് തോന്നി. കാഴ്ചയില്ലെന്നേ ഉള്ളൂ. സൗന്ദര്യത്തിൽ ചാക്കോയുടെ 7 അയലത്ത് സേവ്യർ വരില്ല. കുരേച്ചൻ്റെ അന്ധനായ വളർത്തുമകനെപ്പറ്റി കേട്ടപ്പോൾ ബുദ്ധിമാന്യമുള്ള ഒരാളിൻ്റെ രൂപമായിരുന്നു മനസ്സിൽ. സേവ്യറിനോട് ഒരതൃപ്തി ജിനിയുടെ മനസ്സിലുണ്ടായി. എൽസ ബാഗും എടുത്ത് ഹാളിൽ വന്നു. അവിടെ സേവ്യറും സണ്ണിയും സങ്കടത്തോടെ മറിയച്ചേട്ടത്തിയും നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ വാക്കിനൊന്നും നീ വില തരില്ലല്ലോ? സേവ്യർ നീരസപ്പെട്ടു. ആരോടും പിണങ്ങിയല്ല ഞാൻ പോകുന്നത്. 2-3 ദിവസം കൂടുമ്പോൾ അപ്പയെ കാണാൻ വരും. ഇപ്പോൾ ഔട്ട് ഹൗസിലായതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാലും നിനക്ക് പോയേ തീരൂ. ഞാനിവിടെ കഴിയുമ്പോഴൊക്കെ ചാക്കോയെ ഓർത്തു പോവും. സേവിച്ചനറിയില്ലേ എനിക്ക് അവൻ ആരായിരുന്നെന്ന്? എൻ്റെ കുഞ്ഞിനെ പോലെയാ അവനെ ഞാൻ വളർത്തിയത്. 5-ാം വയസ്സിൽ അമ്മയുടെ മനസ്സുണ്ടായവളാ ഞാൻ. അമ്മച്ചി അവനെ ഒന്ന് തൊട്ടിട്ട് കൂടിയില്ല. അവനെ ഇടുപ്പത്ത് എടുത്ത് വെച്ച് കൊണ്ടു നടന്ന് ഞാൻ വളർത്തി. എവിടെയെങ്കിലും കാല് തെറ്റി ഞാൻ വീണാൽ എൻ്റെ ഒക്കത്ത് അവനും കാണും. എൽസയുടെ ഒച്ചയടഞ്ഞു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. സേവ്യർ പരിഹാസച്ചിരി ഉള്ളിലടക്കി. എനിക്കവൻ അനിയനായിരുന്നില്ല, എൻ്റെ മോനായിരുന്നു. മറിയച്ചേട്ടത്തി മുണ്ടിൻ്റെ കോന്തല പിടിച്ച് കണ്ണു തുടച്ചു.
ഇവിടെ കഴിയുന്ന ഓരോ നിമിഷവും എൽസ ചേച്ചി എന്ന അവൻ്റെ വിളി കാതിലെത്തും. എനിക്കിവിടം വിട്ട് പോയേ തീരൂ. ഇനി ഒന്നും പറയാനില്ലെന്ന മട്ടിൽ സേവിയർ സണ്ണിയെ നോക്കി. കുറച്ച് ദിവസം നീ മാറി നിൽക്കുന്നെങ്കിൽ ആയിക്കോ. ഏറിയാൽ 4-5 മാസം. അതിനുള്ളിൽ ഞങ്ങൾ നിന്റെ കെട്ട് നടത്തും, സണ്ണി പറഞ്ഞു. എൽസ പ്രതികരിച്ചില്ല. നല്ല സൗകര്യമുള്ള ഹോസ്റ്റലാണോ? എൻ്റെ 2 ഫ്രണ്ട്സ് അവിടെയുണ്ട്. 3 മാസത്തേക്ക് ഒരു ഗസ്റ്റ് ലെക്ചർ പോസ്റ്റ് വന്നിട്ടുണ്ട്. നാളെ ഞാൻ കോളേജിൽ പോയി തുടങ്ങും. നീ വാ, ഞാൻ കൊണ്ടുവിടാം. മറിയ ചേട്ടത്തി അവളുടെ ബാഗ് എടുത്തു. കൂട്ടത്തിൽ ഒരു വലിയ ബാഗ് എടുത്ത് സണ്ണി പുറത്തേക്ക് നടന്നു. ജിനി റൂമിന് പുറത്ത് വന്നു. മറിയ ചേട്ടത്തി പിടിക്കണ്ട, ഞാൻ എടുത്തേക്കാം. ബാഗ് എടുക്കാൻ തുനിഞ്ഞ മറിയ ചേട്ടത്തിയെ എൽസ തടഞ്ഞു. കൈയെടുക്കും മോളെ, ഞാൻ കൊണ്ടുതരാം. മറിയ ചേട്ടത്തി ആയാസപ്പെട്ട് ബാഗ് പുറത്തേക്ക് കൊണ്ടുപോയി. എൽസ സേവിയറിൻ്റെ മുഖത്തേക്ക് നോക്കി. നമ്മുടെ അപ്പ ഒരു മണ്ടനായിരുന്നെന്ന് സേവിച്ചൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. 10-27 വർഷം കൊണ്ട് ഒന്നുമല്ലാതായിരുന്ന ഒരു മനുഷ്യന് ഈ നിലയിൽ എത്താൻ കഴിയില്ല. അപ്പ തൻ്റെ ഭാഗ്യനക്ഷത്രമായി കണ്ടത് ചാക്കോയെയാ. നിങ്ങളെല്ലാം അപ്പയെ പൂജിച്ചു. അപ്പ വീണു. അപ്പ ഭാഗ്യമായി കണ്ട ആ നക്ഷത്രവും കെട്ടടങ്ങി. ഇനി സേവിച്ചിൻ്റെ ഊഴമാ. മണ്ടനായ അപ്പയും കണ്ണില്ലാത്ത ചാക്കോയും ഒന്നുമല്ലെന്ന് സേവിച്ചൻ തെളിയിച്ചു തരണം. മുഖം കോട്ടി പരിഹാസത്തോടെ ചിരിച്ചിട്ട് എൽസ തുടർന്നു. എൻ്റെ കെട്ട് നടത്താൻ സേവിച്ചനും സണ്ണിച്ചനും സന്മനസ് കാണിക്കണ്ട. മേടയിൽ കുടുംബത്തിൽ നിന്ന് ചില്ലി കാശ് പോലും എനിക്ക് വേണ്ട. എൻ്റെ അപ്പ എനിക്ക് തന്ന വിദ്യാഭ്യാസം മാത്രം മതി. പഠിക്കണമെന്ന് വാശി പിടിച്ചതുകൊണ്ടാ അപ്പ എന്നെ പഠിപ്പിച്ചത്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പാദ്യം അത് തന്നെയാ. വയസ്സ് 32ആയി. ഇനി എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം. സ്വത്ത് 2ആയി പങ്കിട്ട് നിങ്ങൾ തന്നെ എടുത്തു. എൽസയ്ക്കായി ഒന്നും മാറ്റിവെക്കരുത്. അവകാശം ചോദിച്ച് എൻ്റെ പട്ടി പോലും വരില്ല. എൽസ നടന്നുപോയി. സേവിയർ തിരിഞ്ഞ് ജിനിയെ നോക്കി. അവൾ പുച്ഛത്തോടെ ചിരിച്ചു. ഇത് വെല്ലുവിളിയല്ല സേവിച്ച, ശാപവാ. അനിയത്തിയല്ലേ, ഫലിച്ചുകൂടുന്നില്ല. ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. ചാക്കോ അപ്പയ്ക്ക് എന്നതായിരുന്നെന്ന് തെളിയിച്ചു കൊടുക്കും. ഏതോ ഒരു രാജലക്ഷ്മിക്ക് പിഴച്ചുണ്ടായ സന്തതിയല്ല മേടയിൽ കുര്യച്ചൻ്റെ ഭാഗ്യതാരം. ഒരു വേദനയെ മനസ്സിലുള്ളൂ. അവൻ ഞങ്ങളുടെ കുടുംബക്കല്ലറയിൽ ഉറങ്ങുന്നതോർത്ത്. സേവിയറിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. എടാ, സേതുപതി അടുത്തു വന്ന് ചാക്കോയുടെ തലമുടിയിൽ കൈകടത്തി കുലുക്കി വിളിച്ചു. അവൻ പതുക്കെ കണ്ണു തുറന്നു. അവൻ്റെ വലതുകാൽ ബാൻഡേജ് ചുറ്റിയ നിലയിലായിരുന്നു. നെറ്റിയുടെ ഇടതുഭാഗത്ത് കഴുത്ത് പൊട്ടിയ വ്രണമുണ്ടായിരുന്നു. എണീക്കടാ, ഡോക്ടർ വന്നടാ. എഴുന്നേറ്റിരിക്കാനുള്ള ശക്തി ചാക്കോയ്ക്ക് ഇല്ലായിരുന്നു. 8-10 ദിവസമായി ഭക്ഷണമൊന്നും കഴിക്കാതെ അവൻ വിളറി മെലിഞ്ഞിരുന്നു. മുഖത്ത് താടിരോമങ്ങൾ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. പഴയ ചാക്കോയുടെ പേക്കോലമായി മാറിയിരുന്നു അവൻ. സേതുപതി അവനെ താങ്ങി പിടിച്ചിരുത്തി. ഡോക്ടർ എന്ന് പറഞ്ഞയാൾ അവൻ്റെ നെറ്റിയിലെ മുറിവ് പരിശോധിച്ചു. അയാൾ മുറിവ് വൃത്തിയാക്കിയപ്പോൾ വേദന സഹിക്കാനാവാതെ അവൻ കരഞ്ഞു. അയാൾ മരുന്ന് വെച്ചപ്പോൾ ചാക്കോ നിലവിളിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാം ശരിയാകും, അയാൾ ആശ്വസിപ്പിച്ചു. ബാൻഡേജ് എപ്പോഴാ ഡോക്ടറെ അഴിക്കുന്നത്? സേതുപതി കണ്ണിറുക്കി കാണിച്ചിട്ട് അയാളോട് ചോദിച്ചു. 12 ദിവസം എടുക്കും. മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ? ഉണ്ട്. കുറച്ച് ദിവസം പേഷ്യൻ്റ് റെസ്റ്റ് എടുക്കട്ടെ. എന്നാൽ ഞാൻ പോട്ടെ. ശരി ഡോക്ടർ. ചാക്കോയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ബാഗും എടുത്ത് അയാൾ പോയി. നീ കിടന്നു. സേതുപതി ചാക്കോയുടെ ചുമലിൽ തട്ടി. ചേട്ടാ, അവൻ വിളിച്ചു. എന്താ? എന്തിനാ ചേട്ടാ എൻ്റെ കാല് പിടിച്ചൊടിച്ചതും മുഖം പൊള്ളിച്ചതും? കസ്തൂരിയമ്മ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കില്ലേ? അന്നേരം ഞാൻ ഇവിടെ ഇല്ലാതെ പോയടാ. അത് കസ്തൂരി ആളെ വിട്ട് ചെയ്യിപ്പിച്ചതാ. ഞാൻ ഓടിപ്പോകാതിരിക്കാനാണോ? നീ പോവുമെന്ന് കരുതിയിട്ടൊന്നുമല്ല. നിനക്കെങ്ങനെ കസ്തൂരിയുടെ വല പൊട്ടിച്ച് പോകാനും പറ്റില്ല. നീ എന്നല്ല, ഇവിടെ വന്ന ആർക്കും ഇനിയൊരു രക്ഷയില്ല ചാക്കോ. 1 മാസം കൂടി കഴിഞ്ഞാൽ തെരുവിൽ പാടാൻ പോവുകയല്ലേ? അതിൻ്റെ റിഹേഴ്സലാ. സേതുപതി ചിരിച്ചു. ചാക്കോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. സുന്ദര കുട്ടപ്പനായി നീ മയക്കും പിടിച്ച് പാടിയാൽ ആരെങ്കിലും 10ൻ്റെ പൈസ തരുമോടാ? പാട്ട് രസിച്ചിട്ട് അവരങ്ങ് പോകും. കാശ് കിട്ടണമെങ്കിൽ പാടുന്നവനോട് കുറച്ച് സഹതാപമൊക്കെ തോന്നണം. താടിയും മുടിയും ഒക്കെ വളർത്തി കുറച്ച് മുടന്തും മുഖത്തൊരു പാടുമായിട്ട് കീറ വസ്ത്രവും ധരിച്ചു നിന്ന് പാടിയാലേ ബിസിനസ് ക്ലച്ച് പിടിക്കൂ. ഇപ്പോൾ മനസ്സിലായോ? അവൻ അനങ്ങാതെ ഇരുന്നു. എടാ,
ഏത് ബിസിനസ് ചെയ്യുമ്പോഴും അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. നിന്റെ പേരിൽ 1,00,000 മുടക്കിയവൾ ആ കസ്തൂരി. അവൾ അത് തിരിച്ചു പിടിക്കാൻ നോക്കൂലേ? നിന്നെ എങ്ങനെ രൂപപ്പെടുത്തി എടുക്കണമെന്ന് കസ്തൂരിക്കറിയാം. അവൾ ആരാ പുള്ളി? നിന്റെ പേരു മാറ്റിയതിൽ നിന്ന് തന്നെ അവളുടെ ബുദ്ധി മനസ്സിലാക്കിക്കൂടെ? നീലാംബരി ഇനി തന്നെ കണ്ടാലും തിരിച്ചറിയില്ലെന്ന് അവന് തോന്നി. കസ്തൂരി എന്നാ വേണേലും ചെയ്യട്ടെ, തൻ്റെ സ്വരം നഷ്ടപ്പെടുത്താതിരുന്നാൽ മതി. തൻ്റെ പാട്ട് കേട്ടാൽ അത് ചാക്കോച്ചനാണെന്ന് അവൾ അറിയും. ഇനി നിന്നെ വേദനിപ്പിക്കാനൊന്നും ആരും വരില്ല. ഈ മുറിവൊക്കെ പെട്ടെന്ന് കരിയും. താടിയും മുടിയും കുറെ കൂടി വളരും. നിനക്ക് ധരിക്കാനുള്ള ഡ്രസ്സൊക്കെ കസ്തൂരി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അനുസരിച്ച് നിന്നാ നിനക്ക് വിലസാമടാ. പിച്ചകളിൽ സൂപ്പർ സ്റ്റാറാകും നീ. സേതുപതി ചിരിച്ചു. അവന് ചിരിയൊന്നും വന്നില്ല. നിനക്കൊരു വയലിൻ സംഘടിപ്പിച്ചു തരാമെന്ന് കസ്തൂരി സമ്മതിച്ചിട്ടുണ്ട്. പിച്ചകളിൽ ഏതെങ്കിലും ഒരുത്തൻ ഉടനെ ഒരെണ്ണം എവിടെ നിന്നെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവരും. നിന്റെ ആ ആഗ്രഹം വേണ്ടെന്ന് വെക്കണ്ട. നിന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമാ കസ്തൂരിക്ക്. അവനതിൽ താല്പര്യം തോന്നിയില്ല. ആരോ ജീവനെ പോലെ കൊണ്ടു നടക്കുന്ന വയലിനാവും അതാണ് മോഷ്ടിച്ചെടുത്ത് തനിക്ക് തരാൻ പോകുന്നത്. ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണ് ഇനി വേണ്ടതെന്ന് അവന് തോന്നി. നീ റെസ്റ്റ് എടുത്തോ. സേതുപതി പോകുന്ന ഒച്ച കേട്ടു. ചാക്കോ വലതുകാൽ ഒന്ന് ചലിപ്പിക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല. കാൽപാദത്തിന് മുകളിലായിട്ടാണ് വേദന. പാദം കുത്തി സുഖമായി ഇനി നടക്കാൻ പറ്റില്ല. കസ്തൂരി തന്നെ ഒരു പിച്ചക്കാരൻ്റെ രൂപത്തിൽ കൊണ്ടെത്തിച്ചു. ആർക്കും വേണ്ടാത്ത ജന്മമല്ലേ തൻ്റേത്. കസ്തൂരിക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. കോഴിക്കോട്ട് ബീച്ചിലെ ഒരു വൈകുന്നേരം. ഒരു ദിവസത്തെ ആയാസം തീർക്കാൻ ആളുകൾ ബീച്ചിലൂടെ ഒഴുകി നടന്നു. ബീച്ചിനരികിലെ സിമന്റ് കെട്ടിന് താഴെ ചെറിയൊരു ആൾക്കൂട്ടം രൂപപ്പെട്ടു വന്നു. 2 ബോക്സ് ഇരുഭാഗത്തും വെച്ച് മെലിഞ്ഞ് 50-നടുത്ത് പ്രായമുള്ള ഒരു മനുഷ്യൻ മൈക്ക് കയ്യിലെടുത്ത് ശബ്ദശുദ്ധി വരുത്തിക്കൊണ്ടിരുന്നു. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ. ശബ്ദം നേരെയായ വിശ്വാസത്തോടെ അയാൾ ഒരു ചെറു പ്രഭാഷണത്തിനുള്ള തയ്യാറെടുപ്പായി. കോഴിക്കോട്ടെ പ്രിയ സംഗീത പ്രേമികളെ, തെരുവ് ഗായകനായ സുധീർ കുമാർ നിങ്ങൾക്ക് വേണ്ടി ഏതാനും ഗാനങ്ങൾ ആലപിക്കുകയാണ്. ജന്മനാ അന്ധനാണ് സുധീർ കുമാർ. തൻ്റെ വൈകല്യങ്ങൾ മറികടന്ന് ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. റെയിൽവേ പുറമ്പോക്ക് ഭൂമിയിൽ ഒരു കൊച്ചുപുരയും രോഗിയായ അച്ഛനും അമ്മയും മാത്രമാണ് അവനുള്ളത്. ആരും അവന് ഒന്നും നൽകണ്ട. അവൻ്റെ സ്വരമാധുരി നിങ്ങളുടെ ഹൃദയം കവർന്നെങ്കിൽ മാത്രം, പ്രിയമുള്ളവരെ, എന്തെങ്കിലും നൽകി അനുഗ്രഹീതനായ ഈ കലാകാരനെ സഹായിക്കൂ. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ കടത്തിവിട്ടതുപോലെ ഒരു ചെറുപ്പക്കാരൻ വലതുകാലിൽ മുടന്തുമായി മുന്നോട്ട് വന്നു. വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് മണലിൽ തട്ടിയാണ് അവൻ നടന്നത്. മുഖത്ത് വില കുറഞ്ഞ കറുത്ത കണ്ണട, വളർന്ന മുടി മുഖത്തും വശത്തും പിന്നിലുമായി അലക്ഷ്യമായി കിടപ്പുണ്ട്. വെട്ടിയൊതുക്കാത്ത താടി, മുഷിഞ്ഞു പഴകിയ 2 പോക്കറ്റുള്ള ഷർട്ടും നരച്ചു കീറിയ നീല ജീൻസുമാണ് വേഷം. നെറ്റിത്തടം പൊള്ളലേറ്റു കരുവാളിച്ചിട്ടുണ്ട്. ആളുകൾ കൗതുകത്തോടെ അവനെ നോക്കി. അനൗൺസ്മെന്റ് നടത്തിയ മനുഷ്യൻ അവനെ സിമന്റ് കെട്ടിൽ പിടിച്ചു കയറ്റി. ഊന്നുവടി വാങ്ങിയിട്ട് അവൻ്റെ കയ്യിൽ മൈക്ക് പിടിപ്പിച്ചു. കുറേ നേരം പ്രാർത്ഥനാപൂർവം അവൻ കുനിഞ്ഞു നിന്നു. കടൽക്കാറ്റിൽ അവൻ്റെ മുടിയിഴകൾ ഇളകിപ്പറന്നു. മുഖമൊന്ന് ഉയർത്തിയിട്ട് മുന്നിൽ ആരൊക്കെയോ ഉണ്ടെന്ന വിശ്വാസത്തിൽ തല ഇരുവശത്തേക്കും ചലിപ്പിച്ചിട്ട് അവൻ ചിരിച്ചു. എന്നാൽ കേട്ടുകളയാം എന്ന മട്ടിൽ ആൾക്കാർ നിന്നു. അവൻ മൈക്ക് ചുണ്ടിന് നേരെ കൊണ്ടുവന്നു. കുനിഞ്ഞു നിന്ന് ശബ്ദിച്ചു. സഹോദരീ സഹോദരന്മാരെ, എൻ്റെ പേര് സുധീർ കുമാർ. ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. തെറ്റുകുറ്റങ്ങൾ പൊറുക്കണം, അനുഗ്രഹിക്കണം. അവൻ മൈക്ക് താഴ്ത്തി തലയാട്ടി. കരോക്കെ ഉയർന്നു. പാട്ട് മനസ്സിലായപ്പോൾ ആൾക്കൂട്ടം ഇളകി. അവൻ പാടിത്തുടങ്ങി. ആ കടല കുറച്ചും കുശലം പറഞ്ഞും നടന്നവരൊക്കെ അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങി. ആൾക്കൂട്ടം വലുതായി വന്നു. മുരളീരവം, ഹരിത വൃന്ദാവനം, പ്രണയസുധാമയ മോഹനഗാനം, മധുമൊഴി രാധേ നിന്നെ തേടി അലയുകയാണൊരു മാധവജന്മം. അവൻ സർവവും മറന്നു പാടി. ജീവിതത്തിൽ പാടുവാനല്ലാതെ അവന് മറ്റൊന്നും അറിയില്ലായിരുന്നു. അവൻ്റെ പാട്ടിൽ ശ്രോതാക്കൾ വിസ്മയസ്തബ്ധരായി. കടൽക്കാറ്റും തിരയും നിശ്ചലമായി. മണൽത്തരികൾ വിജൃംഭിച്ചുയർന്നു. പാടി പാടി അവൻ കരഞ്ഞു. അതവൻ തന്നെ. പ്രിയപ്പെട്ടവരെ, ചാക്കോ, പ്രിയപ്പെട്ട ചാക്കോ. നോവൽ
തുടരും.